ജ്യൂസ് എന്ന് പറയുമ്പോൾ ജ്യൂസ് മാത്രം കേട്ട് എന്താണ് പ്രസംഗം നടത്താൻ കാരണം? 40ഓളം മഹല്ലുകൾ എൻ്റെ അടുത്തൊന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഖത്തീബന്മാരുടെ സംഘടന ആവശ്യപ്പെട്ട് 40ഓളം ഖത്തീബന്മാരുടെ സംഘടന വന്ന് ആവശ്യപ്പെട്ടു. 40ഓളം മഹല്ലിലെ ഖത്തീബന്മാർ, അസിസ്റ്റൻ്റ് ഖത്തീബന്മാർ, മുക്രിമാർ, ഞങ്ങളെ ഏരിയയിൽ ക്യാൻസർ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാൻസറിനെ പറ്റിയ പ്രസംഗം നടത്തി തരണം. ക്യാൻസർ തടയാൻ എന്തൊക്കെ ഭക്ഷണക്രമങ്ങളിൽ എന്താണ് നിങ്ങൾ വേണ്ടത്? ഞങ്ങൾ അതങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിയെടുത്തിട്ട് ഞങ്ങളെ മഹല്ലിൽ പ്രസംഗിച്ചോളാം. നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരു വരാൻ പരിധിയുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന ആളുകൾക്ക് ഇത് മുന്നിൽ പറഞ്ഞാൽ അവരിത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗൗരവമായി കേൾക്കും. പക്ഷെ അതേ സമയത്ത് ഇതിന് എന്താണ് പ്രതിരോധം എന്ന് പറയാൻ ഞങ്ങൾക്ക് മാറ്ററില്ല. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു തരണം. അങ്ങനെ അവരെനിക്ക് 2 ആഴ്ച തന്നു. എന്നിട്ട് ആ വിഷയം ഞാൻ പഠിച്ചു ശരിക്ക്. എന്നിട്ട് നിലമ്പൂർ ഒരു സ്ഥലത്ത് 40ഓളം ഖത്തീബന്മാരെയും അസിസ്റ്റന്റ് ഖത്തീബന്മാരെയും മദ്രസ സദർ മുഅല്ലിമമാരെയും ഒരുമിച്ച് കൂടി നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്താണ് ഫ്രൂട്ട് എപ്പോഴും കഴിക്കേണ്ടത് എങ്ങനെയാണ്, അത് റെഡി ടു ഈറ്റ് ആണ്. തിന്നാൻ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല, ഒന്ന് കഴുക തിന്നുക, റെഡി ടു ഈറ്റ്. അതിന് ഒരു പ്രോസസ്സിങ്ങും വേണ്ട, തിന്നാൽ മതി. അതിനെ തരം മാറ്റിക്കഴിഞ്ഞാൽ അതിലാപത്ത് വരും. ഇപ്പോൾ ഉദാഹരണം പറയാ, പിന്നെ ഫ്രൂട്ട്സിന് ഇപ്പോൾ ചില എന്താ പറയുക, ഫ്രൂട്ട്സിന് ചില ഡോക്ടർമാർ പുഴുങ്ങി തിന്നണം എന്ന് പറയാറുണ്ട്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഫ്രൂട്ട്സ് പുഴുങ്ങി തിന്നാറില്ല. അത് അതിൻ്റെ രീതി മാറ്റും. പഴം പുഴുങ്ങി തിന്നാ പിന്നെ അതിൻ്റെ കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തിൽ പോവും? അതിൻ്റെ പ്രധാനപ്പെട്ട കലോറികൾ, കണ്ടന്റുകൾ എവിടെ പോവും? അതിൻ്റെ മിനറൽസ്, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് വെള്ളത്തിലോട്ട് പോവും. ബാക്കിയുള്ള തിന്നിട്ട് എന്താ കാര്യം? വെള്ളച്ചോറും നെയ്ച്ചോറും നോക്കുകയാണെങ്കിൽ നെയ്യ് കുറക്കുകയാണെങ്കിൽ നെയ്ച്ചോറാൻ നല്ലതെന്നാണ് എൻ്റെ വീക്ഷണം. നെയ്യ് കുറക്കുക. വെള്ളച്ചോറിലൊന്നുമില്ല, ഒന്നും എന്താ വെള്ളച്ചോറിലുള്ളത്? അതിൻ്റെ കണ്ടന്റുകൾ മൊത്തം എന്തിൽ പോയി? ആ വെള്ളത്തിൽ പോയി, കഞ്ഞി വെള്ളത്തിൽ പോയി. ഇനിയിപ്പോൾ നിങ്ങൾ തിന്നാലെന്ത്, തിന്നിട്ടില്ല എന്ത്? അതേസമയത്ത് വെള്ളം വറ്റിക്കാണ് നെയ്ച്ചോറിൽ, നെയ്യ് കുറച്ചാൽ മതി. ഞാൻ വെള്ളച്ചോറ് കഴിക്കാറില്ല, കഴിക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് കഴിക്കണ്ട, വറ്റിക്ക. മനസ്സിലാണ് എന്നതുപോലെ അതൊക്കെ പഠിച്ചു പറഞ്ഞതിൽപ്പെട്ട ഒരു പദമാണ് ജ്യൂസ്. അയിമലട് കൂടി. അപ്പൊ എന്നതുപോലെ ഇതൊക്കെ ഇന്ന് ജനങ്ങൾ ഇതൊക്കെ ഇത്ര പ്രബോധനം, ഇതൊക്കെ പറഞ്ഞ ദീനി ദഅവത്ത്.